ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മൾ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, സഹകരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയാനായിട്ട് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് ഒരു ഒരു പ്ലാനിങ് ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളൊരു ചൂണ്ടയിടൽ വീഡിയോ. അപ്പോൾ ആ ചൂണ്ടയിൽ എങ്ങനെയാണ് നമ്മൾ ഇരയെ കോർക്കേണ്ടത്, ഏത് രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്ര ചൂണ്ടയിടാൻ അറിയാത്ത ഒരാൾക്ക് പോലും മീനെ പിടിക്കാൻ പറ്റും എന്നുള്ളൊരു ടെക്നിക്കാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ അതിനെക്കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഈ കാണുന്ന സ്ഥലം നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഇത് എറണാകുളം ജില്ലയിൽപ്പെട്ട സ്ഥലം തന്നെയാണ്, കടമക്കുടിയൊന്നുമല്ല. നമ്മളുടെ പച്ചാളം പടുതല ഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് കൊറങ്കോട്ട ഐലൻഡിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും. ആ കാണുന്ന ഫ്ലാറ്റുകൾ കാണുന്നുണ്ട്, ഫ്ലാറ്റ് സമൂഹം, അതാണ് ടാറ്റയുടെ മറ്റേ ട്രിറ്റ്വം, പിന്നെ പൂർവൻകര, ഒരു കുറച്ച് ഫ്ലാറ്റുകളൊക്കെ ആ ഒരു ഏരിയയിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പുറം സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് കെട്ടാണ്. പണ്ട് ചെമ്മിക്കൃഷി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വെച്ചൊരു കെട്ടാണ്. ഇപ്പോൾ അത് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. കാരണം ഇവിടെ നിറച്ചും കല്ലും ഇതൊക്കെ പോയി ആകെ ചെറിയെന്ന് പറയാനായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ മെയിനായിട്ടിപ്പോൾ വീഡിയോ ഓണാക്കിയത് തന്നെ നമ്മൾ ചൂണ്ട ഇടാനായിട്ടുള്ളൊരു സംഭവം. ഇന്ന് ഇവിടെ ഡെക്കാത്തലോൻ്റെ ഒരു എംബ്ലവും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഇത് സാധാ ഒരു ചൂണ്ടയാണ്. ഇതിൽ കരിമീൻ കാര്യങ്ങളൊക്കെ കിട്ടും. അതിനുവേണ്ടി മാത്രമായിട്ടുള്ളൊരു ടൈപ്പ് ചൂണ്ടയാണിത്. ചൂണ്ടയുടെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ ചൂണ്ട വെച്ചാണ് നമ്മൾ പിടിക്കുന്നത്. അപ്പോൾ ഇതിലെങ്ങനെയാണ് ഇര കൊളത്തുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ അതിനായിട്ട് കുറച്ച് ചെമ്മീനില്ലേ, ചെമ്മീൻ ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ചെമ്മീനാണ്. അപ്പോൾ അതുകൊണ്ട് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. വീഡിയോ എടുക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. ഒന്ന് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാൽ എൻ്റെ ഫോൺ വെള്ളത്തിൽ പോകാൻ സാധ്യതയുണ്ട്. ഒരു ചെമ്മിനെ കിട്ടാൻ ഇച്ചിരി പാടാണ്. ഇപ്പോൾ നമ്മളൊരു ചെമ്മിനെ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വീഡിയോ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കല്ലുണ്ടായിരുന്നു, കല്ലിന് ഉദത്തേക്ക് എടുത്ത് വെച്ചപ്പോൾ അത് ഏതുണ്ട്, അത് ഈ ഒരു രീതിക്കാണ് നമ്മൾ ചെമ്മിനെ കോർക്കുന്നത്. ഇങ്ങനെ പതിയെ അമർത്തി കൊല്ലരുത് കേട്ടോ. ചില ശരീരത്തിലത് കയറണം, നന്നായി കയറിയാൽ മാത്രമേ. ഇത് അറിയുന്നവർക്കറിയാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് മനസ്സിലാക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നത് അടുത്തേക്കാൾ കൂടുതൽ അറിയാത്ത കാര്യങ്ങളാണ് ഈ ഭൂമിയിലുള്ളതെന്ന്. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാൻ പറ്റും ഒരു ചൂണ്ടയിൽ എങ്ങനെയാണ് ഇരയെ സെറ്റാക്കുന്നതെന്ന്. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഇതിനെ സെറ്റാക്കി നേരെ വെള്ളത്തിലേക്ക് എറിഞ്ഞു. ഈ കാണുന്ന ഭാഗം, വാലിൻ്റെ ഭാഗത്ത് നമ്മളിങ്ങനെ പതിയെ കുളത്തിങ്ങനെ ഉള്ളിലേക്ക് ആക്കിയുണ്ടോ. അത് ചെമ്മിനെ കൊന്നുകളയരുത് കേട്ടോ, അമർത്തി കൊന്നുകളയരുത്. സാവധാനത്തിൽ വേണം ചെയ്യാൻ. അവസാനം ചെമ്മിനത് ഇട്ട് കഴിയുമ്പോൾ ഏകദേശം ഈ ഒരു കണ്ടീഷനിൽ ഇരിക്കണം, യു പോലെ. ഓക്കെ, കാണുന്ന ഒരു പൊന്ത് കണ്ട, അതാണ് നമ്മുടെ ചൂണ്ടയുടെ പൊന്ത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ വെള്ളം ഇറക്കം സമയമാണ്. അവിടെ മീൻ ഓടുന്നുണ്ട്, കാണുന്നുണ്ട്. വെള്ളം അനങ്ങിയതുണ്ട്, അത് മീൻ ഓടിയതാണ്. ഇനി ഓടുമെന്ന് എനിക്കറിയില്ല, ഒറ്റ തവണ കണ്ടുള്ളൂ ഞാനും. മീൻ ഏറ്റവും വെള്ളം കയറുന്ന സമയമാണ്. അപ്പം മീൻ ഉണ്ടാവും ഇവിടെ. ചെറുതായിട്ട് വെള്ളം അനങ്ങുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ആ കാണുന്നതൊരു മീനാണ്. ഇപ്പം ഈ കാണുന്ന ചെമ്മീൻ കൂട്ടന്മാരെ കണ്ടല്ലോ, ഇവരാണ് നമുക്ക് മീത്തിനെ പിടിച്ചിരുന്ന ഇരകൾ. ഇപ്പം ഇവരുടെ ജീവിതം ഹോമിച്ചിട്ട് വേണം നമുക്ക് മീനെ പിടിച്ചു തരാനായിട്ട്. കണ്ടല്ലോ എല്ലാവരും.
ചൂണ്ടയെ പറ്റി പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഈ ചൂണ്ട ഇപ്പോൾ കുറച്ചായി, ഏകദേശം 1 വർഷം മുകളിലായിട്ടുണ്ട് എൻ്റെ കയ്യിലായിട്ട്. അത്യാവശ്യം നല്ല ഉപകാരമുണ്ട് എനിക്ക് ഇതുകൊണ്ട്. ഒരു ഗുണമേന്മയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്. അത്യാവശ്യം നമുക്കെന്തോ ചെറിയൊരു ബഡ്ജറ്റിൽ മേടിക്കാൻ പറ്റുന്ന നല്ലൊരു ചൂണ്ടയാണിത്. പിന്നെ ഈ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്സൊക്കെ ഇട്ട് അത്യാവശ്യം ആരുടെയും ശല്യമില്ലാതെ വന്ന് ചൂണ്ടയിടാൻ പറ്റുന്നൊരു സ്പോട്ടാണ്. ഇവിടെ അടുത്തൊന്നും വീടുകളൊന്നുമില്ല, ഫുള്ള് കെട്ടാണ്. ഇതൊരു കെട്ടായിരുന്നു. ഇവിടെയാണ് കെട്ടിൻ്റെ ഒരു വീടുണ്ടായിരുന്നത്. അത് എങ്ങനെയോ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയോ ഇത് പൊളിഞ്ഞ് വീണതാണ്. അതിൻ്റെ അവശേഷിപ്പുകളൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഇത് പണ്ട് കാലത്ത് എങ്ങനെയോ പൊളിഞ്ഞു പോയതാണ്. ഉപയോഗശൂന്യമായി ഇങ്ങനെ കിടക്കുന്നത് കുറച്ചായി. അപ്പോൾ അങ്ങനെ അത് പൊളിഞ്ഞു പോയതാണ്. അത്യാവശ്യം നല്ലപോലെ വെള്ളം ഏറ്റവും കയറുന്ന സമയമാണ്. അതിനകത്തേക്ക് വെള്ളം ഇടിച്ച് പൊളിച്ച് കയറി വരുന്ന എന്താണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരമായി ചൂണ്ടിട്ടിട്ട് ഇപ്പം എന്തോ ഒന്ന് വലിക്കുന്നുണ്ട്. കിട്ടി ചൂണ്ടിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ പറയുക, സ്റ്റോറേജിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് കാരണം ഞാൻ ചൂണ്ടിടുന്ന സമയത്ത് കുറച്ച് സമയം പിടിക്കുന്നതുകൊണ്ട് ഞാൻ വെച്ച് ശേഷം ഇപ്പോൾ നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട്, കാണാൻ പറ്റും. ഇതാ പതിയെ അവനെ നമ്മളുടെ അടുത്തേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. അനങ്ങുന്നുണ്ട്. ഇത് ഈ ഒരു ഏരിയയിൽ മാത്രം അല്ല, എല്ലാ ഭാഗത്തും കാണുന്നൊരു മീനാണ്. ഇതിന് ഇവിടെ പറയുന്നത് വറ്റ എന്നാണ്. നിങ്ങളുടെ അവിടെ എന്താണ് ഇതിനെ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇവനെയാണ് നമുക്ക് ഇന്നടിച്ചിരിക്കുന്നത്. ഫസ്റ്റത്തെ ഇര ഇട്ടു, ഒന്നും കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു 3-ാമത്തെ 4-ാമത്തേലാണ് ഇത് വീണേക്കുന്നത്. അത്യാവശ്യം ചെറിയൊരു മീനാണ്, എങ്കിലും നമുക്ക് അത്യാവശ്യം വലിപ്പം കാണിക്കാനായിട്ട് ഓക്കെ ഇങ്ങനെ പിടിക്കാം. എൻ്റെ കൈയുടെ ഏകദേശം ചാടി പോകുന്ന എനിക്കറിയില്ല, ചിലപ്പോൾ ചാടി പോയാനും സാധ്യതയുണ്ട്. ഏകദേശം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു രീതിക്കുള്ള മീനാണ്. ഇത്ര ഉണ്ട് ഏകദേശം വലിപ്പം, ചെറിയൊരു മീനാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആദ്യമായിട്ട് വീഡിയോ എടുക്കുമ്പോൾ തന്നെ കിട്ടിയതിന് എനിക്ക് സന്തോഷമുണ്ട്. ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന മീൻ. ഇത് വായുടെ ഈ ഭാഗത്തായതുകൊണ്ട് നമുക്ക് ഊരാൻ സുഖമാണ്. ജസ്റ്റ് ഒന്ന് കുളത്തുള്ളിലേക്കൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുളത്ത് ഊരി എടുക്കാൻ പറ്റും. മീത്തിനെ കിട്ടി. നമ്മൾ ഈ മീത്തിനെ ബക്കറ്റിലേക്ക് ഇടുന്നു. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ ചെറിയൊരു സബ്സ്ക്രൈബാണ് നമുക്ക് നാളെ ഇനിയും ഒരുപാട് കിലോമീറ്റേഴ്സ് കിടക്കുകയാണ്. അത് നടന്നും ഓടിയും ഒക്കെ പോകേണ്ടത്. അപ്പം അങ്ങനെ ഓടി നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.